പാർപ്പൂർ സെൻറ്ററിൽ നടന്നൊരു വാഹനാപകടത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ പല സുഹൃത്തുക്കളും എനിക്ക് എഴുതിയിരിക്കുകയുണ്ടായി, വലിയ വാഹനത്തിൻ്റെ കയ്യിലല്ല കുറ്റം, ടൂ വീലറിൻ്റെ കയ്യിലായിരുന്നു കുറ്റം, അവർ ചെയ്തത് ടൂ വീലർ ചെയ്തത് തെറ്റായിരുന്നു. അപ്പോഴാണ് ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. പലർക്കും സീബ്ര ലൈനിനെ കുറിച്ച് ഒരു അറിവില്ല എന്ന് മനസ്സിലായി. ഈ അപകടം നടന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു സീബ്ര ലൈൻ ഉണ്ടായിരുന്നു. ഈ സീബ്ര ലൈൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ വണ്ടി സ്ലോ ആക്കുകയും ആരെങ്കിലും ക്രോസ് ചെയ്യാനുണ്ടെങ്കിൽ ക്രോസ് ചെയ്യാൻ അനുവദിച്ച് വേണം വണ്ടി എടുക്കാൻ. അതാണ് സീബ്ര ലൈനിൻ്റെ തത്വം. ഇത് പലർക്കും അറിയില്ല. പല സ്ഥലത്തും സീബ്ര ലൈനിലാണ് അപകടം ഉണ്ടാകുന്നത്. സീബ്ര ലൈനിൽ കൂടെ ആളുകൾ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അതുപോലെ സൈക്കിളുകളൊക്കെ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഫുൾ സ്പീഡിൽ വന്ന് അപകടം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ഇന്ന് പല റോഡുകളിലും സംഭവിക്കുന്നത്. സീബ്ര ലൈൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വണ്ടി സ്ലോ ആക്കണം. ബ്രേക്ക് പെട്ടെന്ന് നിർത്താവുന്ന കണ്ടീഷനിലും ആയിരിക്കണം. ഈ അപകടം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം, സീബ്ര ലൈൻ കൂടെ ഫുൾ സ്പീഡിലാണ് വന്നുകൊണ്ടിരുന്നത്. എന്നിട്ടാണ് ആ ബൈക്ക് കാരണം ഇട വന്നത്. അതുകൊണ്ടാണ് വലിയ വാഹനത്തിൻ്റെ കയ്യിലാണ് തെറ്റെന്ന് ഞാൻ പറയാൻ കാരണം. ഇത് പലർക്കും സീബ്ര ലൈനിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. സീബ്ര ലൈനിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പലർക്കും വിശദമായി വിവരിക്കുകയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. എന്താ അയ്യോ ആരാന്ന്? അതാണ് ആരാണ്? എന്താണ്? ുള്ള ഒരു സ്ഥിരം കാഴ്ചയാണത്. ജംഗ്ഷന് തൊട്ട് മുമ്പ് ഒരു സീബ്ര ലൈൻ ഉണ്ട്. അതിലൂടെ വേണം കാൽനടയാത്രക്കാർ റോഡ് മുറിച്ചു കടക്കാൻ. ഇവിടെ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളുമുണ്ട്. കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെ ഒരുപാട് പേർ ഈ സീബ്ര ലൈൻ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ വലിയൊരു അപകടം ഇവിടെ പതിയിരിപ്പുണ്ട്. വളരെ വേഗതയിലാണ് വാഹനങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ജീവൻ പണയം വെച്ചാണ് പലപ്പോഴും കാൽനടയാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുന്നത്. വാഹനം ഓടിക്കുന്നവരുടെ മാനസികാവസ്ഥ പോലെ വാഹനം നിർത്തിക്കൊടുത്താൽ റോഡ് മുറിച്ച് കടക്കാം, അല്ലെങ്കിൽ ഡിവൈഡറിലോ റോഡിന്റെ മറുവശത്തോ പലപ്പോഴും റോഡിന്റെ മധ്യത്തിലോ നിൽക്കേണ്ടി വരും. ഇവിടെ സിഗ്നലോ ട്രാഫിക് വാർഡനോ ഒന്നുമില്ല. ഈ റോഡ് മുറിച്ച് കടക്കുന്നവർക്ക് പ്രത്യേകിച്ച് എന്ത് സുരക്ഷയാണുള്ളത്?